അങ്ങനെ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്തി. എന്ത് കൊറോണ. സാർ? വേട്ടാവളി വിളിക്കുന്നുണ്ട്. എന്ത് കോപ്പിനാണോ? സാർ പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഉണ്ട് സാർ. മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ AC മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. എടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്. ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ സാബു. പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കേ സർ. ഓക്കേ സർ. ഐ ആം വെരി ഫാസ്റ്റ്. യു മേ ഗോ. ഈ ചേനക്കാര് എന്തുണ്ടാക്കാൻ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒട്ടില്ലായി പോയില്ല. ദൈവമേ, ദവാല്ലേ? ദേവാലില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതേ ഉള്ളൂ. എന്നുള്ളതുണ്ടോ? വേഗം കേട്ടോ, വെറുതെ. പോലീസ് അല്ല, എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ല. ഇത് കണക്കി വെച്ചോ. കുണി വരികയാണോ സാറേ? പിടിച്ചോ, ഇങ്ങോട്ടോ സാർ. ഞാൻ എക്സ് ആർമിമാനാണ് സാർ. എന്നിട്ടാണോ നായിന്റെ മോനെ ബ്ലാക്കി മദ്യം വെക്കുന്നത്? എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കേനടിച്ച് പൊളിച്ചിരിക്കും. സതീശ, കൂട്ടിത്തിരി. ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ. അച്ഛനും വലിയച്ഛനും അച്ചാച്ചനും ബാക്കി കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ. രാവിനോ ഒരു കുപ്പി വന്നടാ. 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ലാണോ? നീ അവനൊന്നുകൂടെ വിളിച്ചേ. വിളിക്കേ. രാവിനെ ഈ 520 മാട്ട സാധനത്തിന് 850 അത്ര കുറവൊന്നുമല്ലട്ടാ. പിന്നെ നീ ആയോണ്ട് ഞാൻ പറഞ്ഞൊരു 1000 ആക്കിണ്ട്. 2 കുപ്പി എടുത്തേക്ക്. ഞാൻ തപ്പാ കൊടുക്കില്ല. ഷോമിയോടെ വിനു ഇവന്മാര് പറയുന്ന കേട്ടെ, ഈ 850 ആറ്റിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. നല്ല കാശ് കിട്ടണ സമയം. ഞാൻ ഒരു 1500 വെച്ച് 3 കുപ്പി അങ്ങോട്ട് എടുക്കാം. കൊടുക്കില്ല. എന്താ കൊടുക്കാത്ത? ഞാൻ എപ്പോഴും വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എടാ ബിനുവോ, ഇത് പാപ്പനാടാ. കയ്യും കാലും പറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ലടാ. നിന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പാപ്പന് 1 ലിറ്റർ താടാ. 2000 രൂപ തരാടാ പാപ്പൻ. കൊടുക്കണില്ല എന്ന് മാത്രം പറയരുതടാ. കൊടുക്കില്ല. പാട്ടി വേണ്ട, ഞാനടി നിർത്തി. പൊന്നുമലാണ് ഓരോ തുള്ളിക്കൊപ്പ കാശ്. അവിടെ ഇരിക്കട്ടെ. ആ ഗോഡ്സൺ എന്തായി? അവര് വിളിച്ചിരുന്നു. അവർ 10 മിനിറ്റുള്ള റീച്ച് ആവും. അവരൊന്ന് സാധനം കളക്ട് ചെയ്താ ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന. അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ. നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നടവനെ. ഗോഡ്സൺ ഭായി, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്ന് പേടിക്കാണ്ടിരുന്നേ. ഹാപ്പി ആയിട്ടിരുന്നേ. ഹാപ്പി കൊറോണ ട്ടാ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടി മീ മദ്യം? ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പറക്കുന്ന ഗോഡ്സൺ ഷാജിക്കാനെ പണിതേന് മോന്തേനൊക്കെ ഒരു വെട്ടിയില്ലേ, ആ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കൊരു അനിയൻ ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ്റെ സിക്കായിരിക്കുക. ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ. ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായി. ഏയ്, ഇത് വേറെ ഏതോ വാണാണ്. അവൻ്റെ കളറും മുടി ഊളത്തടിയും കണ്ടറിഞ്ഞൂടെ.
ഈ ഗോഡ്സംബായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാ. നൈസ് ടു മീറ്റ് യു. സെയിം ടു യു. നിയാസെ കുപ്പി എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്ത് നമ്മുടെ ഭയ. നമ്മളും അതെ. ഏയ് നമ്മളറിയണ്ട. ഇവിടെ നിന്ന് അപ്പൊ ഓക്കെ എന്നാ. ശരി. ആര് സ്റ്റിക്കർ അടിച്ചേ? ഞാൻ എന്തി എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ? എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ. പോലീസ് വിളിക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്കാ. നിയാസെ അത് ശരിയല്ലേ? ഏറെക്കുറെ ചെയ്യാനുള്ളൂ. ഞാനാരും പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കല് പൊളിക്ക് ഞാൻ പൊളിച്ചടുക്ക്. ഹലോ സാറേ ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം, അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170 വൈറ്റ് ഒമ്നി. ഓക്കെ ഞാൻ വരാം. ഓഫീസേഴ്സ് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും. പഞ്ഞർ ചുട്ടിന് പൊള്ളി വിളിക്കാനുള്ള വാട്സപ്പ് എന്തായാലും ഹാപ്പിയോ. എനിക്കത് മതി. വാട്സപ്പായിട്ട് ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. ഞാൻ കണ്ടു കണ്ടിട്ട് അയ്യോ എക്സസൈസ്. പേടിക്കണ്ട, കൊറോണ അല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ. സാറേ കൊരട്ടിയിൽ അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ വിടുന്നു. എന്താ ഈ കുപ്പി ഇട്ടിരുന്ന ബൈ കുപ്പിട്ടി ബൈ. പക്ഷെ എക്സസൈസ് വണ്ടിന്റെ ബാക്കിലുണ്ടല്ലോ ബൈ. എക്സസൈസാ? എടാ ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. ചവിട്ടി വിടു സാബു, എനിക്ക് അവനെ വേണമെന്ന്. സാറേ ഇത് പഴയ വണ്ടിയിലെ സാറേ 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ. കുഴി? എന്റെ സാബു ഫാസ്റ്റായിട്ട് ഇവിടെ അവനെ പിടിക്കേ. വിടാം സാർ. അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി ബൈ. സാർ പിടിക്കരുത്. അത്യാവശ്യമായിട്ട് ഒരു അതെ, മനുഷ്യൻ കൊണ്ടുവന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അത് ഞങ്ങളുടെ ആളാ. ഇങ്ങോട്ട് വാ. ഞങ്ങളാളാ സത്യൻ സാറേ. സത്യജിത്ത്, ഓ സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ഇവര് ടീമായ ആ ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറോ. മരുന്ന് ഞാൻ പിടിച്ചോളാം. അതെ മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഞാൻ പറയുന്ന മാസ് 5 ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ട ഗേറ്റ് വെക്കേ. ആ പിന്നെ സാബു പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. വണ്ടി എടുക്ക. എടാ കുപ്പി ആ കൊപ്പറകളെ തീണ്ടാ ഒരു 5-10 മിനിറ്റാ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ ഇടാ. പേടിക്കണ്ട, സീനൊന്നുമില്ല. പിന്നെ നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണം സാറേ. അപ്പൊ നീ കോട്സിന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ കോട്ടൻ എന്റെ സ്വന്തം ആളല്ലേ. ആണോ? എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു ഈ കോട്ടൻ. എനിക്കറിയാവുന്ന കേസല്ലേ? ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്ടനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ സതീശ? ദുർബലിനൊരു കരിക്ക് ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ തണുത്തതേ. തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് വേണം. ആദ്യം മോനെ. വെരി ഗുഡ് സാർ. ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനെ അകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിടിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ, പോയിക്കോളൂ. പോയിക്കോട്ടെ. പോട്ടെ സാർ.
സാർ പൊസിഷൻ ഓക്കെ അല്ലേ? ഗുഡ് ബോയ്. ആ അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേ. കൊല്ലം പിടിച്ചിരിക്കുന്നു സാറേ. N95 ഉണ്ടാവോ?